ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഖദീജയുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ മരിച്ചതിന് ശേഷവും റളിയല്ലാഹു അൻഹ അവരെ മറന്നിട്ടില്ലായിരുന്നു. അവിടുന്ന് പലപ്പോഴും അവരെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. അവർ ചെയ്തിരുന്ന നന്മകൾ എടുത്തു പറയാറുണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മയിൽപ്പെട്ടതായിരുന്നു അത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി മാ ഗിർതു അലാ ഖദീജ. ഖദീജയോട് എനിക്കുണ്ടായിരുന്ന ഈർഷ്യത മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളോടും എനിക്ക് തോന്നിയിട്ടില്ല. സ്ത്രീകൾ പൊതുവെ വിവാഹം കഴിച്ചാൽ, 2 വിവാഹം കഴിച്ചാൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ഗൈറത്ത് തോന്നുക എന്നത്, അവരോട് ഒരു തൻ്റെ ഭർത്താവ് തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടാകുക എന്നത് സ്വാഭാവികമാണ് എന്ന് ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്, അതിൽ തെറ്റുള്ള കാര്യമല്ല, ഒരു തെറ്റായ കാര്യമല്ല. വമാ റഅയ്തുഹ, ഞാൻ ഒരിക്കലും ഖദീജയെ കണ്ടിട്ടില്ല. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമാണ്. വലാകിൻ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ കുറിച്ച് ധാരാളമായി പറയുമായിരുന്നു. നോക്കണം നിങ്ങൾ, അവിടുന്ന് ധാരാളമായി പറയുമായിരുന്നു. വറുബ്ബമാ ദബഹ അശ്ശാ ثم يقطعها أعضاء ثم يبعثها في صدائق خديجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ആടിനെ അറുത്താൽ ഖദീജ പലപ്പോഴും അവർ എന്തെങ്കിലും ഒരു മാംസമുണ്ട് അറുത്തു കഴിഞ്ഞാൽ തൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ കൊടുത്തേക്കുമായിരുന്നു. അവിടുന്ന് അത് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ആടിനെ അറുത്താൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉമ്മയോ ഉപ്പയോ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൊടുത്തയക്കുന്ന വീടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ അറിയാം. ഉമ്മാന്റെ കൂട്ടുകാരികളായ ആളുകൾ, ഉപ്പാന്റെ കൂട്ടുകാരായ ആളുകൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കിയാൽ അവർക്ക് അയച്ചു കൊടുക്കുക എന്നത് അവരുടെ രീതിയിൽപ്പെട്ടതാണ്. എങ്കിൽ അവർ മരിച്ചാൽ അത് അവർക്ക് വേണ്ടി ചെയ്യുക എന്നത് അവരോടുള്ള നന്മയിൽപ്പെട്ടതാണ്. അവർ പുലർത്തിയിരുന്ന ബന്ധങ്ങൾ അവരുടെ മരണശേഷം ആ ബന്ധങ്ങൾ ചേർക്കുക എന്നത് അവരോടുള്ള നന്മയിൽപ്പെട്ടതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉമ്മ മരിച്ചു, ഇനി ഉമ്മക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഉമ്മയോട് ചെയ്യാൻ പറ്റുന്ന നന്മയിൽപ്പെട്ടതാണ്. ഫറുബ്ബമാ ഖുൽതു ലഹു, ചിലപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുണ്ടായിരുന്നു, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ ഒരു സ്ത്രീയും ഇല്ലാത്തതുപോലെയാണല്ലോ റസൂലെ അങ്ങ് സംസാരിക്കുന്നത്. ഇത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നഹാ കാനത് വകാനത്. ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു. വകാന ലി മിൻഹാ വലദ്, എനിക്ക് അവളിലാണ് കുട്ടികളുണ്ടായത്. ഖദീജയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. പിന്നീട് ഉണ്ടായത് മാരിയയിലാണ്, മാരിയ അൽ ഖിബ്തിയ്യ എന്ന അടിമ സ്ത്രീയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന കുഞ്ഞു ജനിച്ചത്. അതല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എല്ലാവരും എവിടെ നിന്നാണ്? ഖദീജയിൽ നിന്നാണ് റളിയല്ലാഹു അൻഹ. അവരിൽ നിന്നാണ് എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. ഇത് സഹോദരങ്ങളെ, മരിച്ചാലും ഒരാളോട് പുലർത്താവുന്ന നന്മകളിൽപ്പെട്ടതാണ്. ഇത് ഭാര്യയോട് മാത്രമല്ല, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ മരിച്ചാൽ മാത്രമല്ല, മറിച്ച് വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ, പ്രായമുള്ള മക്കൾ മരിച്ചാൽ അവരുടെ കൂട്ടുകാർ, അവരുമായി ബന്ധങ്ങൾ നിലനിർത്തുക എന്നത് നന്മയിൽപ്പെട്ടതാണ്. അവരോടുള്ള നമുക്ക് ചെയ്യാവുന്ന നന്മയിൽപ്പെട്ടതാണ്. നമ്മുടെ അടുത്ത ബന്ധങ്ങളിലുള്ളവർ മരിച്ചാൽ അവരോട് ചെയ്യാവുന്ന നന്മകളിൽപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഈ രൂപത്തിൽ അനേകം ഹദീസുകൾ അവർ വിവരിച്ചതായി കാണും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ.